ഏറുപമ്പരം കളിക്കേ. സ്വാമി നോക്കിക്കോ. എന്താ അത്ര ചിരിക്കാൻ? എടാ രാഘവ, നിന്റെ അച്ഛൻ വാർപ്പ് വട്ടം ചാടി കുട്ടിക്കരണം മറിഞ്ഞ് കടുകും കറിവേപ്പിലയും വീശി എറിഞ്ഞവനാ. എന്നിട്ട് അത് രണ്ടും ചെന്ന് വീണതോ പാൽപായസത്തില്. എന്നിട്ട് ആ സാധനം പായസമാക്കാൻ ഞാൻ പെട്ട കഷ്ടപ്പാട്. കഷ്ടപ്പാടിനെ പറ്റൊന്നും ചങ്ങുമ്പാൻ പറയണ്ട. ദേഹണപ്പരെ വന്നിരുന്ന് കട്ടൻ കാപ്പി അടിച്ച് ഗീർവാണം പറയാനല്ലാതെ ഭൂമിയിൽ കുമ്പിട്ടൊരു പ്ലാവല എടുത്തിട്ടുണ്ടോ നിങ്ങള്? ഇല്ല. എന്താന്ന് ചോദിക്ക്. എന്താ? എടാ രാഘവ, ദഹനപ്പരയില് പണിയെടുത്തിട്ടുള്ള പാരമ്പര്യം ഞങ്ങൾക്കില്ല. ദേഹണ്ണപ്പരെ പണിയെടുത്തുള്ള പാരമ്പര്യം ഇല്ല. പക്ഷെ അച്ചി പറഞ്ഞ അടുക്കള കയറി അടുപ്പൂതും. ആര് പറഞ്ഞ? പെണ്ണുമ്പിള്ളേ, ഭാര്യ. വെളിച്ചെണ്ണ ഞാനെടുത്തേ. ഇപ്പൊ തന്നെയല്ലേ ഇയാൾക്കൊരു പാട്ട വെളിച്ചെണ്ണ എടുത്ത് കൊടുത്തത്. ഇയാളത് കുടിക്കുക. കുഞ്ഞേ കുറച്ച് വെളിച്ചെണ്ണ എടുത്തോണ്ട് വരൂ. നീ ഒരു മാണിപ്പഴം എടുത്തേ. ഇത് നാളത്തേക്കുള്ളതാ. പാകം നോക്കാനടോ. എന്തിനാ? പഴത്തിന്റെ എരിവും പുളിയും നോക്കാനാ? പഴത്തിൻ പാകമത്രേ പലതിലും മുൻപന്തിയിൽ. അങ്ങനെ ഒരു ചൊല്ലില്ലല്ലോ. അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അങ്ങനെ ഒരു ചൊല്ലില്ല. ഉണ്ട്. ഇല്ല. ഇല്ലെങ്കിൽ വേണ്ട. അപ്പൊ അങ്ങനെ ഒരെണ്ണം ഞാൻ ഉണ്ടാക്കി. നാളത്തെ തലമുറ അത് ഭാര്യ കേട്ടോ. എന്റെ പെങ്ങളെ പറ്റിക്കാൻ വേണ്ടി പോന്നേക്കാ. മഹാകവി കുഞ്ഞുകുട്ടത്തപ്പനല്ലേ? കുഞ്ഞുട്ടമ്മ